Hi guys, good morning. Welcome to our new vlog. പ്രിയയുടെ മുഖത്തെ സന്തോഷം നോക്ക്. ഞാനൊന്നും പറയുന്നില്ല. ദില്ലൂരെ എനിക്ക് കിട്ടിയതിന്റെ ഒരു ഭാഗ്യം. അങ്ങനെ സ്വയം മനസ്സിൽ വിചാരിക്കല്ലേ? എനിക്കൊന്ന് മുഖം നടക്കണായിരുന്നു. പൊക്കടോ. വേണ്ട, അത് ഇൻസേർട്ട് ചെയ്തിരിക്കല്ലേ, ഷർട്ട് അഴുക്കാക്കണ്ട. Okay. അപ്പൊ guys, today is a very happy day for us. കാരണം നമ്മുടെ ഇവിടെ എല്ലാ each step of our journey, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലെ each step of our journey ഉള്ള പ്രിൻസിന്റെ മാരേജ് ആണെന്ന്. അതിനുവേണ്ടി നമ്മൾ പോവാണ്. എല്ലാരും വീഡിയോ കാണുമ്പോ പറയും, ചേട്ടാ ഷർട്ട് ഒന്ന് തേച്ചിട്ട് ഇട്ടൂടെ ചേട്ടാന്ന്. ഷർട്ടൊക്കെ തേച്ചതാണ്, ലിനന്റെ അതുകൊണ്ട് ഇങ്ങനെ കിടക്കുക. ഓക്കെ, സോ എന്തായാലും പ്രിൻസിന്റെ കല്യാണമാണെന്ന്. അപ്പൊ അതിനുവേണ്ടി പോവാണ്. പക്ഷെ ഞങ്ങള് വലിയ എല്ലാരും ബ്ലാക്ക് ഒക്കെ ഇട്ട് കുറെ പേര്, ഞാനും അന്തും ഒക്കെ നീയും വേദും ഒക്കെ ആയിട്ട് വരാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം ഫ്ലോപ്പായി. എവ്രി വൺ ഇസ് സിക്ക്. അന്തോനിപ്പോ വിളിച്ചപ്പോ കുഞ്ഞാലൂസ് ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്. മേരിയാൻ സിക്കാണ്, വേദു ഇസ് സിക്ക്, അമ്മ ഇസ് വെരി സിക്ക്, എല്ലാരും സിക്കാണ്. സോ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ കുറച്ചു പേരായിട്ട് പ്രിൻസിന്റെ കല്യാണം അടിച്ചുവിടാം. എന്തായാലും പ്രിൻസിന് എല്ലാവിധ കല്യാണ ആശംസകളും നേരുന്നു. ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് യു ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ലൈഫ് അഹെഡ്. അപ്പൊ എല്ലാവരും വിശ്വസിക്കും. അതെ, അത് വേണ്ട. എല്ലാരും പ്രിൻസിന്റെ വെഡിങ് വിഷ് ചെയ്യും കേട്ടോ. പ്രിൻസിന്റെ കമന്റ്സ് ഒക്കെ വായിക്കുന്നതായിരിക്കും. എന്താണ് ഞാൻ വിചാരിച്ചു ഇയാളുടെ കല്യാണം ആയിരിക്കും ആദ്യമേ കൂടുന്നതെന്ന്. എന്തൊക്കെ പ്ലാനായിരുന്നു. ഡെസ്റ്റിനേഷൻ വെഡിങ്, വേദുവിന്റെ കല്യാണവും ജെഫ്രിന്റെ കല്യാണവും ഒറ്റ അടിക്കുക മതിയല്ലേ. ഇയാളുടെ കൂടെ അധികം കൂടാൻ നിക്കണ്ട കേട്ടോ, ഇതുപോലെ ആയിപ്പോ. സൂക്ഷിച്ചോ. മോട്ടിവേഷനാ സ്പീക്കർ ആയാലോ ഞാൻ ആലോചിക്കുന്നു. ഉള്ളോ? അത്രയും വരില്ലല്ലോ, എന്ത് ചെയ്താലും അത്രയും വരില്ലല്ലോ. കല്യാണ ചെറുക്കനും പെണ്ണും നല്ല കിടിലൻ സ്റ്റേജ് സെറ്റിങ്ങിലൊക്കെയാണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. ആ സൂട്ട് കണ്ടാ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്താ പ്രിൻസ് ഇട്ടിരിക്കുന്നത്. എവിടെന്നാന്നറിയോ? ചൈനയില് കസ്റ്റം സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമാ. ഈ ലൂയി വിറ്റോൺ, ഗൂച്ചി അങ്ങനത്തെ ഒക്കെ ഇല്ലേ, ജെയിംസ് ബോണ്ടിന്റെ പാറ്റേൺ ആ ഇത്. പോകുന്നുണ്ട് ഇരിക്കും നോക്ക്. പ്രിൻസിന് ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങൾ എടുത്തപ്പോ കുറച്ച് ടൈറ്റ് ആയിരുന്നു. പക്ഷെ ആള് അത്യാവശ്യം മെലിഞ്ഞുകൊണ്ട് നല്ല സ്മാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അല്ല ഇതുപോലെ ജെഫ്രിൻ കെട്ടുമ്പോ സൂട്ട് ഞാനായിരിക്കും സ്പോൺസർ ചെയ്യുന്നത്. എനിക്ക് സൂട്ട് വേണ്ട, പിന്നെ ഷർട്ടും മതി. ഓ 5 വർഷത്തേക്ക് കിട്ടുവോ? ഒന്നും കൂടെ യങ് ആവാനുള്ള സമയം. ആര്? ഞങ്ങള് കുറച്ചുകൂടെ യങ് ആവാനോ? അതേപോലെ വേദു ജെഫ്രിന്റെ കല്യാണം ഒരുമിച്ച് ഒരേ ഹാളില്. ആ സമയം വീഡിയോ പോകില്ലട്ടാ. ഏതോ ജെഫ്രിന്റെ ഗേൾഫ്രണ്ടിന്റെ കൊച്ചിന്റെ പേര് കേട്ടോ. ഓ, അപ്പൊ ജെഫ്രി നമ്മുടെ ബന്ധുവും കേട്ടോ. വേണ്ട, കൊടുക്കണ്ടല്ലോ. ഏതോ അല്ലെങ്കിൽ വേണ്ട. ഫുഡ് വേണ്ടല്ലോ, ഡയറ്റ് അല്ലേ? ഡയറ്റാണ്, എന്നാലും പ്രിൻസ് നമ്മുടെ പ്രിൻസ് അല്ലേ, നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുമ്പോ കഴിക്കണ്ടേ. ആദ്യമേ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടാ. പ്രിൻസ് പറഞ്ഞായിരുന്നു ഇവിടെ KFC പോലത്തെ ബ്രോസ്റ്റ് ചിക്കൻ പോലത്തെ പരിപാടി കാണുന്നു. അത് ഓക്കെ, ആള് ഓടിയിട്ടുണ്ട്. എന്താണോ നമ്മുടെ പ്രിൻസിന്റെ അല്ല, നമ്മളത് ആഘോഷമാക്കണം. ഇവിടെ ഇരുന്ന് ഇപ്പൊ കക്കാത് ചിരിച്ചോട്ടേ എടുത്ത് കഴിക്കുന്നു. പറഞ്ഞിട്ട് അറിയില്ല, അതെനിക്ക് പറഞ്ഞ ബ്രോസ്റ്റ് ജ്യൂസ് അതാണ് സ്റ്റാർട്ടർ കേട്ടാ. ഫ്രഷ് ജ്യൂസ് ഉണ്ട്, ബോസ് ഉണ്ട്, ഞങ്ങൾക്ക് ഡിസേർട്ട് അത് ഞാൻ കഴിക്കില്ല. നമ്മുടെ പ്രിൻസ് കഴിച്ചോ? ആദ്യമായിട്ടാണ് ഞാൻ ഒരു കല്യാണത്തില് ബ്രോസ്റ്റ് കാണുന്നത് അല്ലേ. നല്ല ടേസ്റ്റ്, കൊള്ളാം കേട്ടോ. നോക്കട്ടെ, ചോദിച്ചു നോക്കാം. നല്ല ബ്രോസ്റ്റ് കേട്ടാ. നമ്മുടെ ഒരു മറ്റേ എന്താണ് അൽബേക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. എന്താ സാധനം? എന്ത് കേക്കാ? റെഡ് വെൽവെറ്റ് കേക്ക്, കാരമൽ പുഡിങ്, ഗുലാബ് ജാമുണ്, വാനില ഐസ്ക്രീം വിത്ത് കോൺ. ഇതാണ് ഡിസേർട്ട്. ഗുലാബ് ജാമുൺ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിരിക്കും പ്രിയ. ജാമുണാ പ്രിയ? എന്താ വേണ്ട, കഴിയും എന്ന് പറഞ്ഞു കേട്ടോ അവര്.
ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഭയങ്കര ടേസ്റ്റ്. മറ്റേ KFC പോലത്തെ. ഡാഡി ചിക്കൻ ഡാഡി ഇത്രയും നേരം കൺട്രോൾ ചെയ്തിരുന്നു കേട്ടാ. ലാസ്റ്റ് മമ്മി കഴിക്കുന്ന കണ്ടപ്പോഴേക്കും കൺട്രോൾ പോയി. കണ്ടാ കൊതി വന്നിട്ട് വയ്യ, കൊതി വന്നിട്ട് വയ്യാന്ന്. 2-3 ഗ്രാം പ്രോട്ടീനെ കാണുള്ളൂ. അതൊരു 10 ഗ്രാമിന്റെ കളിക്കാണ്. ആ ഞാന് കഴിക്കുന്നത് ഇത് ബീഫ് ബിരിയാണി കേട്ടാ. ഫ്രണ്ട്സ് പ്രത്യേകം പറയാണ് ബീഫ് ബിരിയാണി കാണുന്നത്. അതിന്റെ കൂടെ നല്ല കിടിലൻ ബീഫ്. ആ ഹലോ, എന്താണ് കിട്ടിയല്ല, ഒരു രക്ഷയില്ല കേട്ടോ. ടേസ്റ്റ് അടിപൊളി. ഫ്രണ്ട്സിന് കൊതി വരുന്നത്. ഇവർക്ക് ഇപ്പോഴേ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഡ്രസ് മാറുന്നില്ലേ? ഓ മാറിയാ. പിന്നെ ചിക്കൻ ഫ്രൈ വന്നു, സാലഡ് വന്നു. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. എങ്ങനെയുണ്ട് ബിരിയാണി? സ്പെഷ്യൽ ആണ് ഇവിടത്തെ. എന്ത് ആ അത് സത്യം. ഇവിടെ കണ്ടാ മനസ്സിലാവും, ഇവിടെ മനസ്സിലാവില്ല. അതെ, നമ്മുടെ സെറ്റിങ്സ് ഒക്കെ ആക്ച്വലി വെളിയിലായിരുന്നേ. മഴ, ഭയങ്കര മഴ. അവിടെ കായൽ തീരമൊക്കെ ആയിരുന്നു, സ്റ്റേജ് ഒക്കെ അവിടെ ആയിരുന്നു. ഒരു ഡ്രീം വെഡിങ് സെറ്റിംഗ് ആയിരുന്നു. പക്ഷെ മഴ എല്ലാം ഫ്ലോപ്പ് ആക്കി. ഡെസേർട്ട് ഞാൻ പറഞ്ഞ പോലെ റെഡ് വെൽവെറ്റ്, ഐസ്ക്രീം, ഗുലാബ് ജാമുൻ. എല്ലാരും ഡയറ്റ് ആയതുകൊണ്ട് ഡാഡി, മമ്മി, പ്രിയ, ജെഫ്രി ഇവര് 4 പേരെ കഴിക്കുന്നുള്ളൂ. കഴിക്കില്ല, തൊടില്ല. ഓ ഓ അവിടുന്ന് കുറച്ച് ടീ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ഗ്രീൻ ടീ, ആപ്പിൾ ടീ, മിന്റ് ടീ എല്ലാം. ഇപ്പത്തെ ഒരു വെഡിങ്ങിന്റെ ഒരു ട്രെൻഡ് ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ പല സാധനങ്ങളും. എന്തായാലും ജെഫ്രി എടുത്തോണ്ട് വരുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഇതാണ് സ്റ്റേജ്. സ്റ്റേജില് നമ്മുടെ ആക്ച്വലി എക്സിബിഷൻ ഒക്കെ ചെയ്യുന്ന ചേട്ടൻ തന്നെയാണ് സ്റ്റേജ് ചെയ്തത്. നല്ല രസമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, സ്റ്റേജ് ശരിക്കും വെളിയിലായിരുന്നു ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ലത്. ഒരു സാരി ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാരിയൊക്കെ ഉടുത്ത് പ്രിൻസും ഡ്രസ്സൊക്കെ മാറ്റിയുള്ള ക്യാൻഡിഡ് കുറച്ച് ഫോട്ടോഷൂട്ടാണ്. അല്ലാതെ അവർക്ക് സംസാരിക്കാമെന്ന് ശരിക്കൊന്നുമില്ല. കണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കോൺഷ്യസ് അയാൾ കുറച്ച്. ഇത് അനിയനാണ്, പ്രിൻസിൻ്റെ അനിയനും അനിയൻ്റെ ഫ്രണ്ടുമാണ്. അനിയൻ ലണ്ടനിലായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ? ഫുഡ് വേണ്ട, മതി, എനിക്ക് വേണ്ട. അല്ല, ആഗ്രഹങ്ങളുണ്ടോ? എന്താ ആഗ്രഹമായിരുന്നു? എന്റെ ആദ്യത്തെ പ്രോപ്പറായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്താ. ലണ്ടനിൽ അയച്ചാ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ജെഫ്രിൻ പറയാണേ, മറ്റേ ബെത്തലഹേം കുടുംബ യൂണിറ്റ് ഇല്ലേ, അതില് നിവിൻ പോളി ലാസ്റ്റ് 12 വയസ്സ് താഴെയുള്ള കുട്ടീനെ കെട്ടിയ അത് തന്നെ വേണമെന്ന്. ആ സുരേഷ് കൃഷ്ണ എന്ത് വേണേ ഞാൻ ഏറ്റോളാം. ആ ഏറ്റോ. അതെ, ഞങ്ങൾ ഇറങ്ങുവാണ്. ഇവരോട് ബായ് പറഞ്ഞു. എന്തായാലും ഒരു ചെറിയ വെഡിങ് ആയിരുന്നു, ബട്ട് ഹാർട്ട് ഫെൽറ്റ് വെഡിങ്. കൺക്ലൂഷൻ വെളിയിൽ പോയി എടുക്കാം. ഭയങ്കര സൗണ്ട് ഇവിടെ. ഞാൻ മറ്റേ ബ്രദർ ലുക്കായി വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടാ. കുറച്ച് ബ്രദർ ലുക്കായി വരുന്നുണ്ടെന്ന് ഞാൻ. പ്രിയയുടെ ബ്രദർ ലുക്ക് പോലെ. അമ്മയ്ക്ക് ക്ലീൻ ഷേവ് ചെയ്യാൻ പോവാട്ടാ. അങ്ങനെ ഒരു സൈറ്റ് ഇല്ല. ഏത് സൈഡാ? ഡാഡി ഒന്നും കൂടെ കല്യാണം കഴിക്കണം തോന്നുന്നുണ്ടോ? ഇല്ല, മതിയായ ഒരിക്കലും അത് പറയൂല. മതിയായിരുന്നു. ഡാഡിക്കാണ് അവാർഡ് കൊടുക്കണ്ടേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ്. എത്ര വർഷമാകാൻ പോകുന്നു? എത്ര വർഷമായി? 45 years ആകാൻ പോകുന്നു. ഓ, ജെഫ്രിന്റെ പ്രായം. ഓ
45th ഇയർ ആയോ? 77. ആ അമ്മ അടുത്ത 27 2027 2027 ആകുമ്പോ 45th വെഡിങ് ആനിവേഴ്സറി. ഓ 49ഓ? ഓ പിന്നെ ഒരു വർഷം കൂടെ 50ാമത്തെ വെഡിങ്. ഒന്നും കൂടെ ഒരു കല്യാണം ഡാഡി നമുക്ക് വിയറ്റ്നാമിൽ സെലിബ്രേറ്റ് ചെയ്യാം. ഒന്നും കൂടെ പൊളിക്കും. ഓ രണ്ടുപേരെ സമ്മതിക്കണം. 50 വർഷം അതെ. ഒന്നും കൂടെ കെട്ടിക്കാം. ഏത് 50 വയസ്സിൽ വിയറ്റ്നാമിൽ പോയി ഒന്നും കൂടെ മാരേജ്. എല്ലാ ദിവസവും അടിയാ? എല്ലാ ദിവസവും അടിയാന്ന്. എല്ലാ ദിവസവും രണ്ടുപേർക്കും. ആ അതാണ് 50 കൊല്ലത്തിൽ എല്ലാ ദിവസവും വഴക്കായിരുന്നു. ആ. അന്ന് തുടങ്ങി. ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. അതാണ് രഹസ്യം. എന്ത് നമ്മളെ പോലെ നിങ്ങൾക്ക് അടിയില്ലല്ലോ നിങ്ങൾ. എല്ലാ ദിവസവും അടിയാ. ഹാപ്പി ഫാമിലി അല്ലേ? ഹാപ്പി ഫാമിലി ഒക്കെ ആണ്, പക്ഷെ അടിയുണ്ട് ഡെയിലി. ഇതൊക്കെ നമുക്കറിയാം. പോവാം. അതെ, ജെഫ്രിനില്ലേ ഫാബിൻ റൂം എടുത്ത് കൊടുത്തിരിക്കുവോ. എന്തിനാ? ഇന്നും അവര് ഒരുമിച്ചാന്ന് രാത്രി. ദോസ്താനയാന്ന്, ദോസ്താന. കല്യാണം ദോസ്താന. ആ പക്ഷെ താമസിക്കണ ഇവരുണ്ട് ഒരുമിച്ച് രണ്ടുപേര്. മറ്റേ ദോസ്താന, മറ്റേ കലാട്ലാമ്പിക്കട് കൈമാറി ഡിസ്റ്റൻസ് ഒക്കെ. ആരും വരില്ല. പാടില്ല. ജെഫ്രിന്റെ എല്ലാം പോയ ഫ്രീ. അല്ലല്ലേ പോയി കിടക്കാം. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും. ആ ഇതാണ് ലേറ്റസ്റ്റ്. ഇതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്. ജെഫ്രിൻ എത്രത്തോളം നമ്മുടെ കാലം കൂടെ നിൽക്കുന്നോ ഒരിക്കലും കെട്ടാൻ പോണില്ല. അതങ്ങനെ. നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത്. അതെ, എന്നെ എന്തോ നെയ്മാണല്ലോ. അതെ. അതോടെ മനസ്സിലായി. ആ മതി മതി പോവാ. അപ്പൊ ഗൈസ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് കൺക്ലൂഷൻ എടുക്കാൻ വിചാരിച്ചു. ഭയങ്കര മഴയായിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര ബഹളമായിരുന്നു. എന്തായാലും എല്ലാവരും ഒത്തുചേർന്ന് നല്ല ഒരു എന്താ പറയുക വെഡിങ് കൂടി, നല്ല ഭക്ഷണമായിരുന്നു. ആൻഡ് വിഷിംഗ് പ്രിൻസ് ഓൾ ദി ഹാപ്പിനെസ് ഫോർ എവർ ആൻഡ് എവർ ആൻഡ് ന്യൂ ഫേസ് ഓഫ് ലൈഫ്. ഒരു വർഷം കഴിഞ്ഞ് ചോദിക്കണം പ്രിൻസിനോട് എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത്. ഏറ്റവും അധികം ജെഫ്രിനാണ് അറിയാനായിട്ട് ഒരു വർഷം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർഷത്തെ ജീവിതം എന്ന്. ഓക്കെ, സോ എന്തായാലും എല്ലാവരും ഞാൻ പറഞ്ഞ പ്രിൻസിനെ വിഷ് ചെയ്യുക ആൻഡ് പ്ലീസ് ഡു ബ്ലെസ് ദം. സോ എന്തായാലും നാളെ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ട്രാവൽ ടു അവർ ഫേവറേറ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി. അതൊരു സംഭവമായിരിക്കും. ഇറ്റ്സ് ഗോയിങ് ടു അവർ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രിപ്പ് വിത്തിൻ ഇന്ത്യ. ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി എക്സ്പെൻസീവ് ട്രിപ്പ്. അതുപോലെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ ആയിട്ട് ഞാൻ പറ്റുമെങ്കിൽ നാളെ ഒരു ലൈവും വരാം. അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. പ്രിയ പാക്ക് ചെയ്യായിരുന്നു, അപ്പുറത്ത് തേക്കാൻ പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലൂ നിങ്ങൾക്ക് തരാം. ഓർണമെന്റ്, എൻ്റെ അമ്മോ, ദിസ് ഇസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 kilos. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലൂ ആണ്. ഓർണമെന്റ്സ് ഇടാനുണ്ട്. ഇതൊക്കെ നോക്കി എന്തോരം എടുത്തിരിക്കുന്നത്. ഇതെന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല, അതേ പറയണം. പിന്നെ വേറെ ക്യാബിൻ ലഗേജ്, ആ കൂടെ 10 ദിവസത്തേക്കാണ് പോകുന്നത്. പ്രിയ ഡിസൈൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ്യൂം ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ. ഒന്ന് ഗസ് ചെയ്യുക എങ്ങോട്ടാണ്. ഓക്കെ.